ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഞാൻ അന്ന് കൊടുത്തൊരു വാഗ്ദാനം, ബിജെപിന്റെ ഒരു ലക്ഷ്യം, ഇത് നമ്മൾ പൂർത്തീകരിക്കാൻ ഒരു അവസരമായിട്ട് ഈ ഇലക്ഷന് കാണുന്നു. ഞാൻ ഈ ഇലക്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു മാധ്യമ സുഹൃത്ത് എന്നോട് ചോദിച്ചു, നിങ്ങളിപ്പോ CPM-ന്റെ എതിരെ പറയുന്നു, കോൺഗ്രസിന്റെ എതിരെ പറയുന്നു, പക്ഷേ BJP-ന്റെ ഭരണവും BJP പറയുന്ന പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസും ലെഫ്റ്റിന്റെ ഭരണവും എന്താണ് വ്യത്യാസം? ഒരു മാധ്യമ സുഹൃത്ത് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു 10 ഉദാഹരണം കൊടുത്തു. ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം ഈ പ്രോജക്റ്റാണ്. 10 കൊല്ലം മുമ്പ് സഖാവ് പിണറായി വിജയൻ എല്ലാം ശരിയാവും, എല്ലാം ചെയ്തു തരും, വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ ഒരു സർക്കാരാണ് 10 കൊല്ലം ഇവിടെ നടന്നിരിക്കുന്നത്. എന്നിട്ട് ഈ ഇന്റർസ്റ്റേറ്റ് ഹൈവേ 2010 ഇതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ വെച്ചു. ഈ 15 കൊല്ലം 10 കിലോമീറ്റർ സ്ട്രെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 1 കൊല്ലം നരേന്ദ്രമോദിജിന്റെ സർക്കാർ, BJP-ന്റെ സർക്കാർ ആയിരക്കണക്കിന് കിലോമീറ്ററിന്റെ ഹൈവേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ CPM-ന്റെ ഭരണവും ഗവർണൻസും BJP-ന്റെ ഭരണവും ഗവർണൻസിന്റെ എന്ത് വ്യത്യാസം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇത് ഒരു ഉദാഹരണമാണ്. ജനങ്ങൾ മാറി മാറി വിശ്വസിച്ച് CPM-നും കോൺഗ്രസിനും ഭരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. 10 കൊല്ലം മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭരിച്ചു. 10 കൊല്ലം ശേഷം എന്താണ് റിപ്പോർട്ട് കാർഡ്? കടം വാങ്ങാണ്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് സംസ്ഥാന സർക്കാർ. ജനങ്ങൾ ഒരൊറ്റ പ്രശ്നം, റോഡാണോ, മാലിന്യമാണോ, സ്ട്രീറ്റ് ലൈറ്റ് ആണോ, പട്ടിശല്യമാണോ, വിദ്യാഭ്യാസമാണോ, ആരോഗ്യ മേഖലയാണോ, ഒരു ഒറ്റ കാര്യം ചെയ്യാത്ത ഒരു സർക്കാരാണ് 10 കൊല്ലം. അതിനു മുമ്പ് നമ്മൾ കണ്ടതാണത്. 10 കൊല്ലം UPA സർക്കാരിൽ ഇരിക്കുന്ന 8 മന്ത്രിമാരായിരുന്നു കേരളത്തിന്. തിരുവനന്തപുരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ചെയ്തില്ല. എന്നിട്ട് ഇപ്പോ ഈ ഇലക്ഷനിൽ വന്ന് വോട്ട് നേടാൻ ഇവര് ഇറങ്ങിയിരിക്കുക. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം, ജനങ്ങൾ BJP-ക്ക് ഒരു അവസരം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഇലക്ഷനിൽ എല്ലാ പഞ്ചായത്തിലും, എല്ലാ മുനിസിപ്പാലിറ്റിയും, എല്ലാ കോർപ്പറേഷനും വികസനം കൊണ്ടുവരാൻ BJP ഇന്ന് ഉറപ്പ് തരുന്നു. കഴിഞ്ഞ 11 കൊല്ലം നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റം, ജനങ്ങൾക്ക് വേണ്ടി എത്രയോ പദ്ധതികൾ, ജനങ്ങളുടെ ജീവിതത്തിൽ എത്ര വ്യത്യാസം കൊണ്ടുവന്ന ഒരു നേതാവും ഒരു പാർട്ടിയാണ് നരേന്ദ്രമോദിജിയും BJP-യും. അതേ രാഷ്ട്രീയം, വികസന രാഷ്ട്രീയം, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, നാടിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം, കുട്ടികൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കുന്ന ഒരു വികസനം, അതാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് പവർ പോളിറ്റിക്സ് വേണ്ട, ഞങ്ങൾക്ക് എക്സാലോജിക് കമ്പനിയിൽ കാശ് ഉണ്ടാക്കണ്ട, ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിന്റെ ഇറ്റാലിയൻ അക്കൗണ്ടിൽ കാശ് കൊടുക്കണ്ട. ഞങ്ങൾക്ക് വേണ്ടത് ജനങ്ങളെ സേവിക്കാൻ ഒരു അവസരം ഞങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല, ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്.
വികസനത്തിന്റെ ഒരു ഹൈവേ പോവാനൊരു അവസരം ജനങ്ങൾക്ക് സൃഷ്ടിക്കേണ്ട ഒരു ഇലക്ഷനാണ്. അപ്പൊ ഞാൻ എല്ലാവരും കാണുമ്പോൾ ഞാൻ പറയുന്നത്, ഞങ്ങൾ തയ്യാറാണ്, BJP തയ്യാറാണ്. 365 ദിവസം അധ്വാനിക്കാനും 24 മണിക്കൂർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്കൊരു അവസരം തരൂ. നരേന്ദ്രമോദിജി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന വികസനം ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ 10 കൊല്ലം 15 കൊല്ലം ഒരു റോഡ് ഉണ്ടാക്കാൻ അല്ല ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അത് CPM ചെയ്തോട്ടെ, കോൺഗ്രസ് ചെയ്തോട്ടെ. ഇനി മാറാത്തത് ഇനി മാറണം, മാറാത്തത് ഇനി മാറും. ജനങ്ങളുടെ ആവശ്യമാണ് ഒരു വികസിത കേരളം, ജനങ്ങളുടെ ആവശ്യമാണ് വികസിത അനന്തപുരി, ജനങ്ങളുടെ ആവശ്യമാണ് വികസിത തിരുവനന്തപുരം, വികസിത നെയ്യാറ്റിൻകര. അപ്പോൾ ഞാൻ അവസാനത്തിൽ പറയുന്നു, ഈ വരുന്ന ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നമ്മളെല്ലാവരുടെയും ഭാവി തീരുമാനിക്കാൻ പോകുന്ന ഒരു ഇലക്ഷനാണ്. ഇതിനെ ബാധിക്കാൻ, നമ്മുടെ വികസന സന്ദേശത്തിനെ ബാധിക്കാൻ കോൺഗ്രസും CPM എത്രയോ കസറത്തും സർക്കസ് ചെയ്യും, നുണയും പറയും. പക്ഷേ നമ്മളെല്ലാവരും, പ്രവർത്തകരും സാധാരണ പൊതുസമൂഹത്തിൽ നിന്ന് ജനങ്ങളും, ഞങ്ങളുടെ വികസനം ഞങ്ങളുടെ ഒരു അവകാശമാണെന്ന് പറഞ്ഞ് അവരുടെ നുണയം പൊളിപ്പിക്കണം, അവരുടെ ഒരു ഫേക്ക് സെക്യുലറിസം പൊളിക്കണം, പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു, ഉറപ്പ് തരുന്നു. BJPക്ക് ഒരു അവസരം കിട്ടിയാൽ 10 കൊല്ലം വേണ്ട, 15 കൊല്ലം വേണ്ട, കിട്ടിയ 5 കൊല്ലത്തിൽ ഞങ്ങൾ വികസനം കൊണ്ടുവരും, മാറ്റം കൊണ്ടുവരും, ഒരു പുതിയ കേരളം, ഒരു വികസിത കേരളം സൃഷ്ടിക്കും എന്ന് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.